നമസ്കാരം, അരുൺ പാലുടനാണ്. ഇന്ന് രാവിലെ വിഷ്ണുവിന് പോകണം. അവന്റെ വണ്ടിയിലൂടെ കിളിയാട്ട് വരാമെന്ന് ചോദിച്ചു. രാവിലെ എന്തായാലും വെറുതെ നിൽക്കുകയല്ലേ, ഞാനും കൂടാമെന്ന് പറഞ്ഞു. പാലോട് നിന്നായിരുന്നു റൂട്ട്. വടത്തറ വഴി അഞ്ചലിൽ പോകണം. അതായിരുന്നു ഫസ്റ്റ് റൂട്ട്. അടുത്ത് കണ്ട പെട്രോൾ പമ്പിൽ തന്നെ കയറി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. കുറച്ചു നേരം അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച ശേഷം വീണ്ടും യാത്ര തുടങ്ങി. തിരിച്ചെപ്പോൾ വരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വൈകിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാണ. ആദ്യം ചെന്ന കടയിൽ തന്നെ പെട്ടു. അവിടെ കട തുറന്നിട്ടില്ല. കുറച്ചു നേരം അവിടെ നിന്ന് നോക്കിയപ്പോൾ മുതലാളിക്കാരൻ വന്നു. അപ്പോഴത്തന്നെ ലോഡിങ്ങുകാരോട് ഉണ്ടായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് ലോഡ് ഇറക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോഡിങ്ങുകാർ കുറവായതുകൊണ്ട് വിഷ്ണുവും കൂടെ സഹായിക്കാമെന്നും പറഞ്ഞ് വണ്ടിയിൽ കയറി. ഇപ്പോൾ സമയം 1:30 മണിയായി. നല്ല വിശപ്പായി. അടുത്ത് കണ്ട കടയിൽ കയറി ആഹാരം കഴിക്കാമെന്നായി. ചെന്നപ്പോഴത്തേക്ക് നല്ല പഴങ്കഞ്ഞിയുണ്ട്. പഴങ്കഞ്ഞി, തൈര്, മരിച്ചിനി, മീൻ പൊരിച്ചതുണ്ട്, കരുവാടുണ്ട്, പിന്നെ ഒരു ചമ്മന്തിക്കറി, അച്ചാർ. കൊള്ളാം, അടിപൊളി ആഹാരമായിരുന്നു. 70 രൂപയുള്ളൂ. വയറ് നിറച്ച് കഴിച്ചു. എൻ്റെ പറഞ്ഞു, ഒന്ന് ബലപ്പിച്ചോളുടെ എണ്ണാന്ന് പറഞ്ഞു. എന്താണ് കാര്യം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. പൈസയും കൊടുത്തു. നമ്മളവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. നേരെ അടുത്ത കടയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ലോഡിങ് ഉണ്ടായിരുന്നു. ഒരുപാട് കടകളൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ഇറങ്ങിയപ്പോൾ ലോഡ് ഏകദേശം കഴിഞ്ഞു. അപ്പോഴേക്കും വിഷ്ണുവിനൊരു കോൾ വന്നു. എനിക്കെന്തോ പന്തികേട് തോന്നി. ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അണ്ണാ ഇനി തമിഴ്നാട്ടിൽ പോകണം. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി, ഞാൻ പെട്ടു എന്ന് മനസ്സിലായി. വീട്ടിലും പറഞ്ഞിട്ടില്ല, ഒന്നും നോക്കില്ല. പിന്നെ തമിഴ്നാട്ടിലേക്ക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. വിഷ്ണു പഴങ്കഞ്ഞി വിലപ്പിച്ചോളാൻ പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് തമിഴ്നാട് ഓടിക്കയറി എങ്ങനെയെങ്കിലും മെല്ലിലെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ലോഡ് കയറിയില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ നമ്മളവിടെ കാവലിടക്കേണ്ടി വരും. ഭാഗ്യം പോലെ അവിടെ ചെന്നപ്പോൾ ഒരു വണ്ടി മാത്രമേ ഉള്ളായിരുന്നു. അടുത്ത് നമ്മളെ വണ്ടിയാണ്. ഉടൻ തന്നെ പിടിച്ച് ഗോഡൌണിൽ കയറ്റിയിട്ട് കൊടുത്തു. രാത്രിയും അവിടെ ലോഡിങ് നടക്കുന്നുണ്ടായിരുന്നു. തിരക്കിയപ്പോഴാണ് അറിയുന്നത്, പകല് രാത്രിയും ഷിഫ്റ്റാണ്. പിന്നെ ഈ മെല്ലിൽ നിന്ന് മാത്രമല്ല നമുക്ക് ലോഡ് എടുക്കാനുള്ളത്. കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി വേറെ മെല്ലിൽ പോകണമെന്നുമായി. വിഷ്ണു എണ്ണവും നോക്കി അവിടെ നിൽപ്പായി. ഇപ്പോൾ സമയം 11:39. അടുത്ത മെല്ലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെയും ജോലി നടക്കുകയാണ്, നൈറ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല. വിഷ്ണുവും കൂടെ കയറി സഹായിക്കാൻ കയറി. ഞാൻ ഫുഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അണ്ണാ എന്തായാലും ഇത് കയറ്റി കയറിട്ട ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ അരി പോളിഷ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി അവിടെ പോസ്റ്റായി അവിടെ നിന്നു. പെട്ടെന്ന് തന്നെ ടാർപ്പയും ഇട്ട് കയറും ഇട്ട് ബില്ലെഴുതാണ്ടായിരുന്നു. ബില്ല് എഴുതിയ ശേഷം അടുത്ത കടയായി ലക്ഷ്യമാക്കി പോയി. സമയം 12:45. ചെന്നപ്പോൾ നല്ല ചൂട് ദോശയുണ്ട്, നല്ല സാമ്പാറുണ്ട്, ആംപ്ലേറ്റ് ഉണ്ട്. അതിൽ ഇത്തിരി കുരുമുളക് കൂടിയിട്ട് കഴിച്ചു. എന്തെന്നില്ലാത്ത ടേസ്റ്റ്. കാരണം നല്ല വിശന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ്. കുറച്ചു നേരം തമിഴ്നാട്ടിലെ പൊറോട്ടടിക്കുന്നതിൻ്റെ ഭംഗിയും നോക്കി, ചിക്കൻ ഫ്രൈയുടെ ഭംഗിയും നോക്കി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിച്ചു.